ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എല്ലാവരും നോമ്പും നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്നും വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ. ഇത് അനീസ്ക പെട്ടെന്ന് വന്നപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഇഫ്താറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 2 സ്നാക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയേ. നല്ല ഈസി ആയിട്ടുള്ള സ്നാക്കുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നായിട്ട് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊറോണ കാരണം ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാതെ നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സസ് ചില കുട്ടികൾക്കൊന്നും തീരെ എഫക്റ്റീവ് ആയിട്ടില്ല. ക്ലാസ്സിൻ്റെ ഇടയിൽ ശ്രദ്ധ മാറിപ്പോവുക, വേറെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലേക്ക് പോവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലക്ക് ഒരുപാട് കുട്ടികളിലിപ്പം പഠന പിന്നോക്കാവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും പോലും അറിയാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ഉള്ള കെയർ കൊടുക്കുക. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും. അപ്പം ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടീം ഇൻ്റർവെൽ. ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൈം ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറായിട്ടാണ് കേട്ടോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം കുട്ടിക്ക് ഡൗട്ട്സ് ചോദിക്കാനും ഒക്കെ നല്ല സുഖമാവും. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മലയാളം ഈ 4 ലാംഗ്വേജസിൽ എഴുതാനും വായിക്കാനൊക്കെ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്ലിയർ ആക്കി കൊടുക്കും. പിന്നെ മാത്തമാറ്റിക്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ഇവർ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ ഇവരുടെ LKG UKG ഉള്ള മക്കളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ECPC കോഴ്സ്. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്തിട്ട് നല്ല കോഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ എനിക്ക് നിങ്ങളെ ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്കൂളിലെ കാര്യം പറയുകയാണെങ്കിൽ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഒരു ടീച്ചറും പിന്നെ ഒരു 50-60 കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഈ ടീച്ചർക്ക് എല്ലാ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ടീച്ചറെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഒറ്റ ടീച്ചറും ഇത്ര കുട്ടികളാകുമ്പം അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം നമ്മളെ കുട്ടികൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ക്ലാസ്സസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ കുട്ടീൻ്റെ എഴുത്തും വായനയൊക്കെ നമ്മൾ LKG മുതൽ തന്നെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വരുന്ന ഫ്യൂച്ചർ ക്ലാസ്സസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. കാരണം ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും വലിയ പണി ഉണ്ടാവും. അപ്പോൾ ടീം ഇൻ്റർവെല്ലിൽ തന്നെ LKG പഠിക്കുന്ന മക്കൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട്, ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ട്. 1 ഇയർ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ക്ലാസ്സിലേക്കുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സ് ശരിക്കും ഗൾഫിലൊക്കെ വെക്കേഷന് പോയിട്ട് അവിടെയും ജോയിൻ ചെയ്തിട്ടില്ല, പിന്നെ ഇവിടുത്തെ സ്കൂളിലും ചേർന്നിട്ടില്ല, അങ്ങനത്തെ കുട്ടികൾക്കും പിന്നെ നമ്മുടെ നാട്ടിലുള്ള മക്കൾക്കും ഒക്കെ നല്ല എഫക്റ്റീവാണ്. പിന്നെ ഈ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സിൽ വെറും റീഡിങ്ങും റൈറ്റിങ്ങും മാത്രമല്ല കേട്ടോ, കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു കോഴ്സാണ്. ഇത് ആദ്യം അവർ LKG UKGയിലുള്ള മക്കൾക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായത്. ഇപ്പം പാരൻസ് ഒക്കെ പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്കും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീം ഇൻ്റർവെല്ലിൽ കുട്ടികൾക്കുള്ള ക്ലാസ്സസ് മാത്രമല്ല വലിയവർക്കുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്കിങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ടും അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും പിന്നെ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ GCCയിലുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം താല്പര്യമുള്ളവർ ഒന്ന് വിളിച്ച് നോക്കുക, എന്നിട്ട് കോഴ്സിനെ പറ്റി അന്വേഷിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു ഒറ്റ സ്നാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേനു കേട്ടോ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ഓൾറെഡി നേരം വൈകിയിട്ടുണ്ട്, 4:30 ആയിട്ടുണ്ടായിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നല്ലേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ സമയം ഉണ്ടാവുമെന്ന്. അപ്പോഴേനും അനീസ്ക വന്നേ. അപ്പോൾ ഏതായാലും ഇനി ഒരു 2 സ്നാക്കൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മ പത്തിരിപ്പണി വേഗം തന്നെ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്തിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയില്ലേ, ഉള്ളിൽ ഷവർമൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്, അത് തന്നെ ഒന്ന് പൊരിച്ച് നോക്കിയാലോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഫില്ലിംഗ് ഒക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചാണ്. ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പം ഈസ്റ്റും പിന്നെ ബൗളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽക്ക് പിന്നെ 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. നേരെ ചൂടുള്ള വെള്ളം എടുത്താൽ മതി. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തേണ്. ചൂട് കൂടാൻ പാടില്ല കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുകയാണ്. പഞ്ചസാര നല്ലോണം ഒന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ ചേർക്കണത്. ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് സൈഡിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പാലും യൂസ് ചെയ്യാം. പാലിൽ ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറും. നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കളറ് മാറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം വെള്ളത്തിലാണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ അതൊരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേനും ഞാൻ പൊട്ടേറ്റോ ഒക്കെ പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ ഒന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ
ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. കട്ട്ലറ്റ് അങ്ങനെ വെറൈറ്റി ഒന്നുമല്ല കേട്ടോ, ഒരു സാധാ കട്ട്ലറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആ സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സിൽക്ക് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ബാക്കി ചൂടായിട്ടുള്ള വെള്ളം ഉണ്ടായപ്പം അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേന്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു കമൻറ്റ് ഉണ്ട്, മുട്ട പുഴുങ്ങുമ്പോൾ എന്തിനാണ് ഉപ്പിടുന്നത് എന്ന്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ ആ ഷെല്ലുണ്ടല്ലോ, അത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യവും. അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. മുട്ട പുഴുങ്ങാനാകെ ഒറ്റ വിസിൽ മതി കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് ഞാനതൊരു 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ വെക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു മാവ്, സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി ഇപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ ഒരു 1.25 കപ്പിൻ്റെ അടുത്തുണ്ടാവും. ഞാൻ മെഷർ ചെയ്തിട്ടല്ല കേട്ടോ എടുത്തത്, കാരണം സ്പീഡിൽ ചെയ്യുക. അപ്പോൾ പിന്നെ മെഷർ ചെയ്യാനൊന്നും നേരില്ലേനു. പിന്നെ കുറച്ച് ഉപ്പും ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്നിങ്ങനെ മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ആ ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലേനോ, അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കുഴയ്ക്കാൻ കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വെള്ളം ചേർത്താൽ മതി കേട്ടോ, ചുടുവെള്ളമൊന്നും ചേർക്കണമെന്നില്ല. നല്ലോണം കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ 1 മണിക്കൂറേ വെക്കണുള്ളൂ കേട്ടോ. ശരിക്കും നമ്മൾ 2 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ലോണം പൊങ്ങി വരും. അപ്പോൾ അത് ഡ്രൈ ആയി പോകാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവുന്നുണ്ട്. പിന്നെ ഈ സ്നാക്കിൽക്കും കട്ട്ലറ്റിൽക്കും കൂടെ ഞാൻ ഒറ്റ ഫില്ലിംഗ് ആക്കിയിട്ട് അതിന് മാറ്റിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് അമ്മൻ്റെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പത്തിരിയാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉള്ളി എടുത്തതാണ്. 3 വലിയ ഉള്ളിയും പിന്നെ കുറച്ച് മറ്റേ നമ്മളെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകും, അതൊക്കെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഇഞ്ചി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ടൊന്നിങ്ങനെ മുറിച്ചെടുക്കുകയാണ്. പിന്നെ പച്ചമുളകും, ഇതൊക്കെ നല്ല ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഈ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ഞാനിങ്ങനെ കത്തിയോണ്ട് മുറിച്ചെടുക്കണുള്ളൂ കേട്ടോ. മറ്റത് നമ്മളെ വെല്ലുള്ളി ചോപ്പറിലിടുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചതിനെ കത്തിയോണ്ട് നല്ല നേരിയതായിട്ട് മുറിച്ചെടുക്കാന്നേനു. പിന്നെ ഇനിയിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ചോപ്പറിനെ തന്നെ ആശ്രയിക്കണം. പിന്നെ ഇന്ന് കറിയായിട്ട് ബീഫ് കറിയാണ് കേട്ടോ അമ്മ വെച്ചിട്ടുള്ളത്. അത് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടേനു. ഇപ്പം തേങ്ങ അതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് അരയ്ക്കാൻ പോവാണ്. ഞാനിത് അവിടെ ഉള്ളി ചോപ്പറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞു ചോപ്പറായതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 3 ബാച്ചാക്കിയിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. കുത്തി നിറച്ച് കഴിഞ്ഞാൽ മേലത്തതൊന്നും ചോപ്പായിട്ടുണ്ടാവില്ല, അടിയത്തത് നല്ല ഫൈനായിട്ട് ചോപ്പായി പോവുകയും ചെയ്യും. അപ്പം ഒരു സെയിം പോലത്തെ പീസസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 3 പ്രാവശ്യമാണ് അത് ചെയ്യണേ. ചോപ്പറിലായതുകൊണ്ട് വെറും ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ളി മുറിക്കൽ കഴിയും. അത്രയും ഉള്ളി നമുക്ക് വെറും 3 മിനിറ്റ് കൊണ്ട് തന്നെ മുറിച്ചെടുക്കാം. ഇപ്പം മുട്ടൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേന്. പിന്നെ ഇത് നമ്മൾ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. ഈ ഫില്ലിംഗ് ഒക്കെ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിന് എന്തായാലും വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും നേരത്തെ ചെറുതാക്കി മുറിച്ചില്ലേ, അത് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സമയം ചിലപ്പം മേത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ, അപ്പോൾ വിട്ടൊന്ന് ചെയ്യുക. പിന്നെ അതൊന്നായി കഴിഞ്ഞപ്പം വെല്ലുള്ളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി, കാരണം ഇതിലേക്ക് ഞാൻ ബീഫ് ഇടുന്നുണ്ട്, ബീഫിൽ ഉപ്പുണ്ടാവും. അപ്പം കൂടുതലായി പോണ്ട. ഇതിപ്പോൾ കറിയിൽ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് കുറച്ച് ബീഫിൻ്റെ പീസസ് മാറ്റി വെച്ചതേനു കേട്ടോ, നല്ല ഇറച്ചിയുള്ള പീസ് നോക്കിയിട്ട്. അത് ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്നിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്, ജസ്റ്റ് അതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 2 വലി വലിക്കുമ്പോൾ തന്നെ സംഭവം റെഡി ആയിട്ട് കിട്ടീന്. പിന്നെ ഈ ഉള്ളി ഒന്നായി കഴിഞ്ഞപ്പം ഞാനതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ പഫ്സിൻ്റെ ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ശരിക്കും നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ഇടലില്ല, പക്ഷേ ഇതിപ്പോൾ ഞാനിനി 2 കൂടെ സെപ്പറേറ്റ് ആക്കി അങ്ങനെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തേണ്. ഇനി ഞാനിതിലേക്ക് മല്ലിയില മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളെ വീട്ടിലുണ്ടാവുന്ന മല്ലിയില ഉണ്ടല്ലോ, അതാവുമ്പോൾ കുറച്ചിട്ടാൽ മതി, നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ മസാല ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്ങിലേക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഇറച്ചി ചേർക്കുന്നത്. മറ്റേ നമ്മൾ മുട്ട വെച്ചിട്ടല്ല ചെയ്യണത്, അപ്പം ഇറച്ചിയും കൂടെ വരണ്ട, എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ആർഭാടായി പോകണ്ട. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ മാറ്റി വെച്ചേന്, മുട്ടയിലേക്കുള്ള ആ ഉള്ളി ഞാൻ മാറ്റി വെച്ചേന്. പിന്നെ ഇതൊന്നും കൂടെ ഒന്ന് ആയി കഴിഞ്ഞപ്പം നമ്മൾ ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഈ ബീഫും ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് സമയം വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയമായപ്പോഴേക്കിനും ഉമ്മ ഉരുളക്കിഴങ്ങൊക്കെ ഇതാ അങ്ങനെ കുക്കറിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി വെച്ച് തന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് പോയിന്. ഇപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ചൂടുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യണത്. മാഷർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉടയ്ക്കുന്നത്. അപ്പോൾ ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഈ മാഷർ ഉണ്ട്, പിന്നെ സ്ട്രെയിനർ ഉണ്ട്, അങ്ങനെ കുറച്ച് എണ്ണത്തിൻ്റെ ഒരു 10-12 പീസിൻ്റെ ഒരു സെറ്റേനു കേട്ടോ അത്. അതിൽ വന്നിട്ടുള്ളതാണ്, നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം ആ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. കട്ടകൾ ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം ഉടച്ചെടുക്കണം. ഈ സമയമായപ്പോഴേക്കിനും നമ്മളെ മാവിൻ്റെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് പരത്തിയെടുക്കാൻ പോവാം. അപ്പോൾ നമ്മളെ കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാമെന്ന് വിചാരിച്ച്, കാണാൻ കുറച്ചൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ പൊടി ഇട്ടിട്ടാണ് കേട്ടോ പരത്തുന്നത്. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുകയാണ്. പക്ഷേ ചപ്പാത്തിൻ്റെ അത്ര കനം കുറയ്ക്കേണ്ട. നമ്മൾ കുബൂസ് ഉണ്ടല്ലോ, കുബൂസിൻ്റെ അത്ര കട്ടി വേണം. അതേപോലെ പരത്തിയെടുത്തിട്ട് പിന്നെ ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ 6 പീസ് വരുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അത് 8 പീസായിട്ടുണ്ട്. 6 പീസ് ഉണ്ടെങ്കിൽ നമുക്ക് 3 മുട്ട വെച്ചിട്ട് ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഇനിയിപ്പം നമ്മൾ ആക്കിയിട്ടുള്ള മസാല ഉണ്ടല്ലോ, ഉള്ളി മസാല, അത് ഇങ്ങനെ ഈ കട്ട് ചെയ്തതിൻ്റെ സൈഡിൽ അറ്റത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തേന്. പിന്നെ മുട്ടമ്മ 2ആയിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പം അത് ഇതാ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം 6 പീസ് മുട്ടല്ലേ ഉള്ളൂ, അപ്പോൾ 2 എക്സ്ട്രാ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് സാരില്ല, അത് വെറും ഉള്ളി മസാല മാത്രമായിട്ട് കിടന്നോട്ടെ. ഇനിയിപ്പം ഇതിൻ്റെ തലഭാഗത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് 2 എഡ്ജും കൂടെ കൂട്ടിയാണ്ട് ഇത് അതേപോലെ ഇങ്ങനെ സ്റ്റിക്കാക്കി കൊടുക്കുക. ഇത് ഞാൻ മുന്നത്തെ ആ ഒരു ബേക്ക് ചെയ്യുന്ന സ്നാക്ക് ഉണ്ടല്ലോ, അതിൽ കാണിച്ചിട്ടുള്ള സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഫില്ലിങ് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് അതേപോലെ ഇങ്ങനെ ഒരു കോണ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ബാലൻസ് എല്ലാം മാവ് ഇങ്ങനെ വലിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് തുറന്നിരിക്കുന്ന ഭാഗം മൊത്തം നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാല പുറത്തുണ്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാനും പറ്റുമേ. പക്ഷേ ഇത് പൊരിച്ചെടുക്കുന്നതായതുകൊണ്ട് ഉള്ളിലേക്ക് എണ്ണ കയറും, പിന്നെ ആ ഉള്ളിയൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇന്ന് ഉമ്മൻ്റെ പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഉമ്മ ഈ സ്നാക്കിലേക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കട്ട്ലറ്റൊക്കെ ഉമ്മയാണ് ഈ ഷേപ്പിലാക്കി തന്നിട്ടുള്ളത്. ഞാനപ്പം ഇത് പൊരിക്കാനിട്ടിട്ട് ഇനി കട്ട്ലറ്റ് കോട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ 2 വീതമാണ് പൊരിച്ചെടുക്കുന്നത്. ഈ ചീഞ്ചട്ടിയിൽ വലിയ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. ഇത് അത്യാവശ്യം നല്ലോണം മുങ്ങി പൊരിയുകയും വേണം. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ റീയൂസ് ചെയ്യലില്ല, അതുകൊണ്ട് കുറച്ച് ഓയിലിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോന്നായിട്ട് ഇപ്പം പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഔട്ടർ കവർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് ഹാർഡാവുന്നു, പക്ഷേ ശരിക്കും ബട്ടൂരൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓയിലിടുന്ന സമയത്ത് കുറച്ചൊന്ന് വീർത്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പം അതിന് കണക്കാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ ഇതപ്പം കട്ട്ലറ്റ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൈദൻ്റെ മിക്സിൽ ആദ്യം ഇട്ട് കൊടുത്തതിന് മൈദയും വെള്ളം കൂടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലാദ്യം ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഈ മൈദക്ക് പകരം നമുക്ക് മുട്ടൻ്റെ വെള്ളമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാനതും പൊരിക്കാനിട്ടാണ്. ഇതൊക്കെ സ്പീഡിലാണ് ചെയ്യണത്, വേഗം പണി കഴിയാൻ വേണ്ടി. ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു 10 മിനിറ്റൊക്കെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആയത് വേഗം തന്നെ ടേബിളിൽ കൊണ്ടുവെക്കാണ്. ഉമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് പിന്നെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് മാങ്ങ ജ്യൂസാണ് കേട്ടോ അടിച്ചത്. മാങ്ങയും പാലും കൂടെ ഉള്ള ആ ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ അതാ നമ്മളെ ടേബിൾ സെറ്റായിട്ടുണ്ട്. പത്തിരിയും പൊറാട്ടയും പിന്നെ ബീഫ് കറിയും അതുപോലെ നമ്മളാക്കിയിട്ടുള്ള സ്നാക്കുകളും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ റെഡിയാക്കി വെച്ചാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാണ് കേട്ടോ. ആദ്യം കാരയ്ക്കും വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്ന് പിന്നെ അതപ്പം ജ്യൂസ് കുടിക്കാൻ പോവാണ്. ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പാല് കൂട്ടി അടിച്ചാലുള്ള മാങ്ങ ജ്യൂസ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതും എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഈ കട്ട്ലറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, ഞാനല്ല ഉണ്ടാക്കിയത്, ഉമ്മയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ചട്നി പറഞ്ഞാൽ നമ്മൾ തക്കാളി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, മല്ലിയില ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ്.
അത് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു കുറേ പേര്. അത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചമ്മന്തിയൊക്കെ ചെയ്യൂലേ, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ കട്ട്ലറ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ്. പിന്നെ ഈ ഒരു സ്നാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ടർ കവർ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ചൂടോടെ കഴിക്കുമ്പോൾ കേട്ടോ നല്ല സോഫ്റ്റായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഉള്ളിൽ ആ ഉള്ളി മസാലയും മുട്ടയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു പഫ്സിൻ്റെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇനിയിപ്പം നമ്മൾ അവസാനത്തെ 10 അപ്പോൾ പിന്നെ ഞാൻ ഇനി ഡെയിലി വീഡിയോസ് ഇടണ്ട, ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഇടാനായിട്ട് നോക്കാം. പിന്നെ ഇനിയുള്ളതിൽ നമുക്ക് സ്നാക്സിനേക്കാളും കൂടുതലായിട്ട് സ്വീറ്റ് റെസിപ്പീസ് നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ, ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ റെസിപ്പീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്